ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 സവാളയാണ് ഞാൻ എടുത്തത്. സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച 2 സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സവാള നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണിത്. ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലെമൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെച്ചത്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം കറി ഉണ്ടാക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ 2-3 ടീസ്പൂൺ മല്ലി വേണം. മല്ലി ഇല്ലാത്തത് കാരണം മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-10 കാഷ്യൂ, 1 ടീസ്പൂൺ പെപ്പർ, 1 പട്ട വേണം. അതേപോലെ 1 ബ്ലാക്ക് കാർഡമം, ഒരു 2-3 ഗ്രാമ്പു വേണം. അതേപോലെ ഏലക്ക ഒരു 2 എണ്ണം. അപ്പോൾ ജാതിപത്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. ഇപ്പം എല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ മല്ലിയും കൂടെ ഇതിലൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ മല്ലിപ്പൊടി റോസ്റ്റ് ആയിട്ട് വന്നോളൂ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിനോടൊപ്പം തന്നെ 1 തക്കാളിയും 1 ചെറിയ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. പാത്രം അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം എടുക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ചപ്പാത്തി, നാൻ, പൊറോട്ട എന്നിവയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.